മലയാറ്റൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ചിത്രപ്രിയയുടേത് കൊലപാതകം എന്ന സംശയത്തിലാണ് പോലീസ്. കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് സംശയം. പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെയാണ് സംശയിക്കുന്നത്. മരിച്ച ദിവസം ചിത്രപ്രിയ ആൺസുഹൃത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. സഹിന ആന്റണി വിവരങ്ങളുമായിട്ട് ചേർന്നുണ്ട്. സഹിനെ, ഗുഡ് മോർണിംഗ്. നിലവിൽ ഈ കേസിന്റെ ഒരു സ്റ്റേറ്റസ് എന്താണ്? ഗുഡ് മോർണിംഗ് സേതു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചിത്രപ്രിയ എന്ന് പറയുന്ന 19-കാരിയെ മരണപ്പെട്ട നിലയിൽ മലയാറ്റൂർ കാണാൻ കഴിഞ്ഞത്. ചിത്രപ്രിയ കഴിഞ്ഞ 6-ാം തീയതി മുതൽ ചിത്രപ്രിയയെ കാണാനില്ലായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചിത്രപ്രിയയുടെ കുടുംബവും പരാതി നൽകിയിരുന്നു. പോലീസ് ഇതിൻ്റെ അന്വേഷണത്തിലായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ ചിത്രപ്രിയയുടെ മരണം കൊലപാതകമാണോ എന്നാണ് പോലീസിൻ്റെ സംശയം. കാരണം തലയുടെ പിൻഭാഗത്ത് കാര്യമായ മുറിവ് പറ്റിയിട്ടുണ്ട്. മാത്രമല്ല, അവിടെ ചിത്രപ്രിയ കിടന്നിടത്ത് ഒരു കല്ല് കിടക്കുന്നുണ്ട്. അവിടെയും രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്. ഇത് കല്ലുകൊണ്ട് ചിത്രപ്രിയയുടെ തലയുടെ പിന്നിൽ തല്ലിയതായിരിക്കാം എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. മാത്രമല്ല, ചിത്രപ്രിയയുടെ ആൺസുഹൃത്തിനെ ഇന്നലെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇന്ന് രാവിലെ അയാളോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അയാളെ ചോദ്യം ചെയ്തിരിക്കുന്നു. കൂടാതെ ഈ നാട്ടുകാരും അന്ന് ചിത്രപ്രിയയെ കാണാതായ ദിവസം മുതൽ ഈ ആൺസുഹൃത്തിനോടൊപ്പം ചുറ്റിക്കറങ്ങുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. സേതു. ശരി, ഓക്കെ. സഹിന ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.